പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചലഞ്ച് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ഫേസ് ചെയ്യുവാനുള്ള കൃപ കർത്താവ് പകർന്നിട്ടുണ്ട്. വെല്ലുവിളികൾ വരുമ്പോൾ ആകെ പരിഭ്രമിച്ചു പോകരുത്. പകരം നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന കൃപയിൽ നിലനിൽക്കണം. ധൈര്യത്തോടെ വെല്ലുവിളികളെ ഫേസ് ചെയ്യണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മറിയയുടെ അടുത്ത് ദൂതൻ വന്ന് ഒരു വലിയ വാഗ്ദത്തം അറിയിക്കുന്നത് വായിക്കുവാൻ സാധിക്കും. യേശുവിനെ ഗർഭം ധരിക്കുന്നതിനെ കുറിച്ച്. നമുക്കറിയാം, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു യുവതി വിവാഹത്തിന് മുമ്പ് ഗർഭവതിയായാൽ അന്ന് ആ സമൂഹത്തിലുള്ള നിയമം പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണമെന്ന. അവൾ പാപി എന്ന് സമൂഹം മുദ്രകുത്തും. എന്തൊരു വലിയ നിന്ദയാ! എന്തെല്ലാം അപവാദങ്ങൾ കേൾക്കണം. നോക്കിക്കേ, ഇവിടെ ദൈവഹിതത്തിന് വിധേയപ്പെട്ടാൽ, ദൈവഹിതത്തോട് അനുസരണം കാണിച്ചാൽ തൻ്റെ ജീവിതത്തിൽ വൻ പ്രതികൂലങ്ങൾ ഉണ്ടായേക്കും. ഒത്തിരി ചലഞ്ചസ് താൻ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ അവിടെ ദൂതൻ മറിയോട് പറയുക 38-ാമത്തെ വചനത്തിൽ, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അതെ, നമുക്ക് ദൈവകൃപയുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നിലനിൽക്കുവാൻ സാധിക്കും. പരാജയപ്പെടത്തില്ല. എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും കൃപയാൽ നാം അതിനെ തരണം ചെയ്യും. ആയതിനാൽ ഇപ്പോൾ ആരും ഭാരപ്പെടേണ്ട, ആരുമില്ല എന്ത് ചെയ്യും എന്നൊന്നും ചിന്തിക്കേണ്ട. ദൈവകൃപ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നം അത് ഇന്നല്ലേ ഉണ്ടായത്, ഇന്നല്ലേ ആ വെല്ലുവിളിയെ നിങ്ങൾ കണ്ടത്. പക്ഷേ ഇതിനൊക്കെ മുമ്പ് തന്നെ സ്വർഗം നിങ്ങളുടെ മേൽ കൃപ പകർന്നിട്ടുണ്ട്. കൃപയുള്ളതിനാൽ നിങ്ങൾക്കൊരു കേടും സംഭവിക്കത്തില്ല, നിങ്ങൾ പരാജയപ്പെടുത്തില്ല. ദൈവകൃപയിൽ ആശ്രയിച്ചേ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് സ്തോത്രം. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറച്ചിരിക്കാൻ സ്തോത്രം. ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തിലും നിലനിൽക്കുവാൻ, അതിനെ ഫേസ് ചെയ്യുവാൻ വേണ്ടുന്ന കൃപ ഞങ്ങളുടെ മേൽ അങ്ങ് പകർന്നിരിക്കുക സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ അനുഗ്രഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.